ഓം നമോ ഭഗവതേ വാസുദേവായ. ബഹുമാന്യനായ യോഗാധ്യക്ഷൻ ശ്രീ ചന്ദ്രൻ സാർ, എൻ്റെ സഹോദരതുല്യനായ ശിവദാസൻ നായർ സാർ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാർ ലളിത ചേച്ചി, മഞ്ജു, സ്നേഹമുള്ള ഭക്തജനങ്ങളെ, ഏതോ ജന്മം ചെയ്ത സുഹൃതത്തിൻ്റെ ഫലമായി ഈ മണ്ണിൽ, തിരുവാറന്മുളയപ്പൻ്റെ മണ്ണിൽ, ഇങ്ങനെ ഒരു പ്രഭാഷണം നടത്തുവാൻ എനിക്ക് അവസരം ലഭിച്ചത്, അതിനൊരു കാരണക്കാരി നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ, എനിക്ക് എൻ്റെ മൂത്ത സഹോദരിക്ക് തുല്യമായ ലളിത ചേച്ചിയാണ്. തീർത്താൽ തീരാത്ത കടപ്പാടാണ് എനിക്കിനി അവരോടുള്ളത്. ഈ വൈകിയ വേളയിൽ ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നു. വിഘ്നേശ്വരനെയും സരസ്വതീ ദേവിയെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, തിരുവാറന്മുളയപ്പൻ്റെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട്, എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കട്ടെ. മഹാഭാരതത്തിലെ നിഗൂഢതകൾ എന്നുള്ളതാണ് എൻ്റെ വിഷയം. ഉത്തമവും മഹത്വപൂർണവുമായ ആനന്ദകവുമായ ജീവിതത്തിൻ്റെ നിർവഹണത്തിന് വേണ്ടി പ്രപഞ്ചശാസ്ത്ര തത്വങ്ങളും ജീവിത തത്വങ്ങളും ചരിത്രത്തിൻ്റെയും ദർശനത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും പശ്ചാത്തലത്തിൽ അനുശാസിക്കുന്ന ഒരു മഹത് ഗ്രന്ഥമാണ് മഹാഭാരതം. മഹാഭാരതം ഒരു സദാചാര ശാസ്ത്രമാണ് എന്ന് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ വിശ്വവിഖ്യാതമായ ഇന്ത്യൻ ഫിലോസഫി ഭാരത ദർശനം എന്ന ഗ്രന്ഥത്തിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ജയത്തിലെ പരാജയത്തിൽ, സത്യത്തിലെ അസത്യത്തിൽ, നീതിയിലെ അനീതിയിൽ, ധർമ്മത്തിലെ അധർമ്മത്തിൽ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളാണ് മഹാഭാരതത്തിൻ്റെ വിസ്മയങ്ങൾ. ഈ കൂടിച്ചേരലുകളിൽ, ഈ വൈരുദ്ധ്യങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ നിഗൂഢതകളെ തേടി ഞാൻ പോയപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു എന്ന് മാത്രം. മഹാഭാരതം ചരിത്രവും ദർശനവുമാണ്. അതൊരു വംശഗാഥ കൂടിയാണ്. കൂടാതെ എനിക്ക് തോന്നിയിട്ടുള്ളത്, വേദങ്ങളും വേദാന്തവും, വേദാന്തം എന്ന് പറഞ്ഞാൽ വേദത്തിൻ്റെ അവസാന ഭാഗം, ഉപനിഷത്ത്, ഈ വേദങ്ങളും വേദതത്വങ്ങളും ജീവിത യാഥാർത്ഥ്യവുമായി കോർത്തിണക്കിക്കൊണ്ട്, ജീവിത യാഥാർത്ഥ്യവുമായി ഒന്ന് ബന്ധപ്പെടുത്തിക്കൊണ്ട് സാധാരണ ജനങ്ങൾക്ക് ജീവിത തത്വങ്ങളെ, ഈ പ്രകൃതിയുടെ, ഈ പ്രപഞ്ചത്തിൻ്റെ സത്യത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് മഹാഭാരതം. അങ്ങനെ നോക്കുമ്പോൾ വേദത്തെ നമ്മൾ പാലായി സങ്കല്പിച്ചാൽ, ആ പാലിനെ ഉറയൊഴിച്ച് തൈരാക്കി ചരിത്രത്തെ കഥാരൂപത്തിലാക്കി ഏകദേശം 1800ഓളം പേരുടെ ചരിതങ്ങളെ കഥയാക്കി നമുക്ക് പറഞ്ഞു തന്ന വ്യാസഭഗവാൻ ആ കഥകളെ ഒന്ന് കടഞ്ഞെടുത്ത്, ആ കഥകളിൽ നിന്ന് കടഞ്ഞെടുത്ത് ഭീഷ്മപർവത്തിൽ ഭഗവത്ഗീതയായി നമുക്ക് തന്നപ്പോൾ, ആ വെണ്ണയെ നുകരുന്ന നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് നമ്മൾ പാലിക്കേണ്ട ധാർമ്മികത എന്താണ് എന്ന് പറഞ്ഞു തരുന്ന ഗ്രന്ഥമാണ് മഹാഭാരതം. ഭാരതം എന്ന വാക്ക്, ഭാരതം എന്ന നമ്മുടെ രാജ്യത്തിൻ്റെ നാമകരണം, അത് ഭരതൻ ഭരിച്ചതുകൊണ്ട് മാത്രം ഉണ്ടായതല്ല. ഋഗ്വേദത്തിൽ നിന്ന് ആലോചിക്കുക, യുഗങ്ങൾക്കപ്പുറം ഋഗ്വേദത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ വാക്കാണ്. ഋഗ്വേദത്തിൽ നിന്ന് നമുക്ക് തെളിയിക്കാം നമ്മുടെ രാജ്യത്തിന് ഭാരതം എന്നൊരു പേര് ഋഗ്വേദ കാലത്തുണ്ടായിരുന്നു എന്ന്. ഋഗ്വേദത്തിലെ 3-ാം മണ്ഡലത്തിൽ 53-ാമത്തെ സൂക്തത്തിൽ 12-ാമത്തെ മന്ത്രത്തിൽ ഭാരതം ജനം എന്ന് വിശ്വാമിത്രനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് ഭാരതത്തിലെ ജനം
എങ്ങനെയാണ് വിശ്വാമിത്ര മഹർഷിയെ കരുതുന്നത് എന്ന് പറയുന്ന ഭാഗത്ത് ഭാരതം ജനം എന്നുപയോഗിച്ചിരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഈ രാജ്യം യുഗങ്ങൾക്കപ്പുറം നമ്മൾക്കുള്ള ഭാരതീയത, നമ്മുടെ ഗ്രന്ഥങ്ങളിൽ രചിച്ചു വെച്ചിട്ടുള്ള, നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുള്ള ആ ഭാരതീയത, ആ സംസ്കാരം, ഇന്നും നിലനിൽക്കുന്ന ആ സംസ്കാരം നവീനവും അതുപോലെ തന്നെ പുരാതനവുമാണ്. മഹാഭാരതത്തിൻ്റെ നിഗൂഢതകളിലേക്ക് ഉളിയിട്ടിറങ്ങുമ്പോൾ ആ മഹാസാഗരത്തിൻ്റെ അടിത്തട്ടിൽ പ്രകൃതി ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള അമൂല്യമായ മുത്തുകൾ തേടിപ്പോയപ്പോൾ വ്യാസമഹർഷി പറയാതെ പറഞ്ഞ കുറെ കാര്യങ്ങൾ, നിഗൂഢമായി ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന കുറെ കാര്യങ്ങൾ, ആ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ എനിക്ക് തോന്നുന്നു ഈ തിരുവാറന്മുള അപ്പൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ ആദ്യം ആ നിഗൂഢതയിലേക്ക് കടക്കുമ്പോൾ എനിക്ക് ചൂണ്ടിക്കാണിക്കുവാൻ, എനിക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ചോദ്യമിട്ട് തരുവാൻ, നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു അന്വേഷണത്തിൻ്റെ ത്വരയിട്ട് തരുവാൻ ആദ്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ദ്രൗപദിയെക്കുറിച്ചാണ്, പാഞ്ചാലിയെക്കുറിച്ചാണ്, കൃഷ്ണയെക്കുറിച്ചാണ്. ദ്രൗപദിയുടെ നിഷ്കളങ്കതയെക്കുറിച്ചാണ്. ഞാൻ ഇതിലേക്ക് കടന്നപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, നായർ സർവീസ് സൊസൈറ്റിയുടെ ഭാഗമായി മനുഷ്യവിഭവശേഷി വകുപ്പിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് നടക്കുമ്പോൾ അതിൽ ഭാരതീയ ദമ്പതി സങ്കല്പം എന്ന ഒരു വിഷയം, ഞാൻ ആ വിഷയത്തെ ആസ്പദമാക്കി ഒരു പ്രഭാഷണം നടത്തുവാൻ ഇടവന്നപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ പ്രഭാഷണം അവതരിപ്പിച്ച പ്രൊഫസർ ടി ഗീത ചേച്ചി എന്നോട് പറഞ്ഞു, സിന്ധു, ഭാരതീയ ദമ്പതി സങ്കല്പത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഉത്തമയായ ഒരു ഭാര്യയുടെ ധർമ്മം എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ ഏറ്റവും നല്ല എളുപ്പമുള്ള മാർഗം പാഞ്ചാലിയും സത്യഭാമയും തമ്മിലുള്ള സംവാദം ഒന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ പാഞ്ചാലിയുടെയും സത്യഭാമയുടെയും അവർ തമ്മിലുള്ള സംവാദം വായിച്ചു നോക്കുവാൻ ഇടവന്നപ്പോൾ അത് ആരണ്യകാണ്ഡത്തിൽ ഇവരുടെ വനവാസകാലത്ത് സത്യഭാമയും ശ്രീകൃഷ്ണനും ഭഗവാനും ഇവരെ ഒന്ന് സന്ദർശിക്കാൻ പോയ സമയത്ത് എല്ലാവരും ചേർന്നിരുന്ന് സംസാരിക്കുമ്പോൾ, പുരുഷന്മാരെല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ സ്ത്രീകളായ സത്യഭാമയും പാഞ്ചാലിയും മാറിയിരുന്ന് സംസാരിക്കുമ്പോൾ സത്യഭാമ വളരെ കൗതുകത്തോടെ പാഞ്ചാലിയോട് ചോദിച്ചു, എങ്ങനെയാണ് നീ ഇങ്ങനെ ഇത്ര സ്നേഹമായിട്ട് 5 ഭർത്താക്കന്മാരെ ഒരുപോലെ യാതൊരു വഴക്കവുമില്ലാതെ സൗമ്യമായി, സ്നേഹമായി, ഐക്യമായി ഇവരോടൊത്ത് ജീവിക്കുന്നത്? യാതൊരു പരാതികളും അവർക്കുമില്ല, നിങ്ങൾക്കുമില്ല. അതെങ്ങനെയാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ സാത്വികയായ ദ്രൗപദി പറഞ്ഞു, സത്യഭാമേ, ഒരിക്കലും നീ എന്നോട് അങ്ങനെ ചോദിക്കരുതായിരുന്നു. കുലസ്ത്രീയായ നീ ഒരിക്കലും അങ്ങനെ ഒരു ചോദ്യം എന്നോട് ചോദിക്കരുതായിരുന്നു. ഒരു ഭർത്താവിനെ എങ്ങനെയാണ് ഇത്ര സ്നേഹത്തോടെ, കരുതലോടെ യജ്ഞങ്ങളും അല്ലെങ്കിൽ വ്രതങ്ങളുമൊക്കെ നോക്കി മന്ത്രങ്ങളൊക്കെ ചൊല്ലി ഭർത്താക്കന്മാരെ എങ്ങനെയാണ് ചൊൽപ്പിടിക്ക് നിർത്തുന്നത് എന്നൊന്നും എന്നോട് ചോദിക്കരുതായിരുന്നു. അത് ശരിയായില്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തതായി പറയും, എങ്കിലും നീ ചോദിച്ചതല്ലേ, ഞാൻ പറയാം എന്ന് പറഞ്ഞ് എങ്ങനെയാണ് ഉത്തമയായ ഒരു ഭാര്യയായി പാഞ്ചാലി പാണ്ഡവരോടൊപ്പം ജീവിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഭാഗത്ത് ദ്രൗപദി പറയുന്നുണ്ട്, ഞാൻ കോപിക്കാറില്ല, ഞാൻ എൻ്റെ ഭർത്താക്കന്മാരുടെ ഇംഗിതമനുസരിച്ച് ജീവിക്കുന്നു, ഞാൻ അധികം ചിരിക്കാറില്ല, രാവിലെ അവരെഴുന്നേറ്റതിന് മുമ്പേ ഞാൻ എഴുന്നേൽക്കുന്നു, അവരുറങ്ങിയതിന് ശേഷം മാത്രം ഞാൻ ഉറങ്ങുന്നു, അവരുടെ മാതാവായ കുന്തിദേവിയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ക്ഷമയോടെ, സ്നേഹത്തോടെ, കരുതലോടെ ഞാൻ നോക്കുന്നു. ഇതൊക്കെ പറയുന്നിടത്ത് ദ്രൗപദി പറയുന്നുണ്ട്, ഞാൻ അധികം ചിരിക്കാറില്ല എന്ന്. ആ ഭാഗം എന്നെ വല്ലാതെ അങ്ങ് സ്പർശിച്ചു. ഞാൻ അധികം ചിരിക്കാറില്ല എന്ന് ദ്രൗപദി അങ്ങനെ പറയണമെങ്കിൽ ഞാൻ കരുതി, ദ്രൗപദിയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ഒരു ആക്ഷേപമല്ലേ, ദ്രൗപദിയുടെ ചിരിയാണ് ഈ വലിയ യുദ്ധത്തിന് പല കാരണങ്ങളിൽ ഒന്ന്. ദുര്യോധനൻ ഇത്രയധികം ദേഷ്യം വരാനുള്ള ഒരു കാര്യം ദ്രൗപദിയും ഭീമനും ചേർന്ന് ചിരിച്ചതല്ലേ, പിന്നെ എന്താണ് ഇങ്ങനെ പറയാൻ കാരണം എന്ന് മനസ്സിൽ ഇട്ട് ആലോചിച്ചതിന് ശേഷം ഞാൻ ഈ ദുര്യോധനൻ്റെ
ആ സ്ഥലജല വിഭ്രാന്തി വന്ന ആ ഭാഗം, മഹാഭാരതത്തിലെ ആ ഭാഗം ഞാനൊന്ന് ഓടിച്ചു വായിച്ചു നോക്കിയപ്പോൾ, വിദ്വാൻ കെ പ്രകാശത്തിൻ്റെ തർജിമയിലൂടെ ഞാനൊന്ന് വായിച്ചു നോക്കിയപ്പോൾ ആ ഭാഗത്ത് ദ്രൗപദി ഇല്ല. അതായത് രാജസൂയം കഴിഞ്ഞ് മയനുണ്ടാക്കിയ സ്ഫടികതുല്യമായ സഭയിൽ ദുര്യോധനനും ശകുനിയും അവരിങ്ങനെ ആ സഭയുടെ സൗന്ദര്യം കണ്ടിങ്ങനെ വരുമ്പോൾ സ്ഥലജലഭ്രമം വന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജലമാണെന്ന് കരുതി വസ്ത്രം തെറുത്തു കയറ്റി, ജലമല്ല എന്ന് കരുതി ജലത്തിലേക്ക് വീണു. ഇങ്ങനെയുള്ള പല വിഭ്രമങ്ങളും ദുര്യോധനൻ കാണിച്ചപ്പോൾ ആ ഭാഗത്ത് വ്യാസമഹാഭാരതത്തിൻ്റെ മൂലത്തിൽ, ആ ഭാഗത്ത്, ഇവിടെ ആർക്കെങ്കിലും വീട്ടിൽ മഹാഭാരത മൂലമുണ്ടെങ്കിൽ പോയി വായിച്ചു നോക്കിക്കോളൂ, ആ ഭാഗത്ത് ദ്രൗപദി ഇല്ല. അവിടെ ആദ്യം അർജുനൻ ചിരിക്കുന്നു, ഭീമൻ ചിരിക്കുന്നു, അത് കഴിഞ്ഞ് നകുലനും സഹദേവനും ചിരിക്കുന്നു. ഇവരുടെ ചിരി കണ്ടിട്ട് ഭൃത്യന്മാർ ചിരിക്കുന്നു. അപ്പോഴേക്കും വെള്ളത്തിൽ വീണ് വസ്ത്രം നനഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ ചിരിച്ചിട്ടില്ല. അവിടെ യുധിഷ്ഠിരൻ ഭൃത്യന്മാരോട് പറയുന്നു വസ്ത്രം മാറാൻ കൊടുക്കാൻ. അങ്ങനെ വസ്ത്രം മാറാൻ കൊടുക്കുന്നു. ഇവരുടെ ആരുടെയും മുഖത്ത് നോക്കാതെ ദുര്യോധനൻ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ആ പറയുന്ന ഭാഗത്ത് ദ്രൗപദിയോ സ്ത്രീകൾ ആരും തന്നെയോ വ്യാസന്റെ മഹാഭാരതത്തിലില്ല. എന്നാൽ ഈ ഭാഗം കഴിഞ്ഞതിന് ശേഷം ദുര്യോധനൻ ധൃതരാഷ്ട്രരോട് ചെന്ന് സന്താപം പറയുകയാണ്. ദുര്യോധന സന്താപം, അച്ഛാ എന്നെ നാണം കെടുത്തി കളഞ്ഞു പാണ്ഡവര്. ഞാൻ അവിടെ സ്ഥലജല വിഭ്രമം വന്ന് വീണപ്പോൾ പാഞ്ചാലിയും ഭീമനും ചിരിച്ചു, അവരട്ടഹസിച്ചു. എന്നെ പാണ്ഡവര് നാണം കെടുത്തി അവിടെ. അത് ദുര്യോധനൻ പറഞ്ഞ ഒരു നുണയായിരിക്കാം. അച്ഛനെ പാട്ടിലാക്കാൻ ദുര്യോധനൻ പറഞ്ഞ ആ നുണ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെട്ടു. ഈ ഭാഗം, ആദ്യത്തെ ഭാഗം വ്യാസൻ എഴുതിയ മൂലത്തിലെ ആ ഭാഗം, സ്ഥലജലഭ്രമം പറഞ്ഞ് വിശദീകരിച്ചിട്ടുള്ള ഭാഗത്ത് പറയാത്ത കാര്യത്തെ ദുര്യോധനൻ മറ്റൊരു തരത്തിൽ അച്ഛൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചത് മാത്രമേ കുട്ടിക്കൃഷ്ണമാരാർ ഉൾപ്പെടെയുള്ള എഴുത്തുകാർ ജനത്തിനോട് പറഞ്ഞിട്ടുള്ളൂ. ഇത് ശരിയാണോ? അപ്പോൾ മഹാഭാരതത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് സംശയം നമ്മൾക്ക് തോന്നിയാലും ഏത് കോണ്ടെക്സ്റ്റിലും അതിൻ്റെ ഉത്തരം മഹാഭാരതം തന്നെ തരും. ഞാൻ നിങ്ങളോട് പറയുന്നു, കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനം വായിച്ചാൽ ഒരു അഭിഭാഷക എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ സാധിക്കും, അദ്ദേഹത്തിൻ്റെ ഓരോ തർക്കത്തിനും മറുപടി പറയാൻ മഹാഭാരതത്തിൽ തന്നെയുണ്ട്. അത് ഇങ്ങനെ എവിടെയാണെന്ന് പറയാൻ നമുക്ക് പറ്റില്ല, വായിച്ചു വരുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് തോന്നി ഇതിന് എന്തെങ്കിലും ഒരു തെളിവ് കൂടി കാണും. അവിടെ പാഞ്ചാലി ചിരിച്ചിട്ടില്ല എന്ന് തെളിയിക്കാൻ എവിടെയെങ്കിലും ഉണ്ടാവും. പക്ഷെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ മഹാസത്രത്തിൽ ഞാൻ തന്നെ തിരഞ്ഞെടുത്ത ഈ വിഷയം പഠിക്കുവാൻ വേണ്ടി ഞാനിങ്ങനെ വായിച്ചു വന്നപ്പോൾ കൗരവസഭയിൽ പാഞ്ചാലിയെ വസ്ത്രാക്ഷേപത്തിനായി ദുശാസനൻ വലിച്ചഴച്ചു കൊണ്ടുവരുമ്പോൾ ആ വലിച്ചഴച്ചു കൊണ്ടുവന്നപ്പോൾ പാവം ദ്രൗപദി വീണുപോയി. ആ വീണ് കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ദ്രൗപദി പറയുന്ന ചില വാക്കുകൾ മഹാഭാരതം മൂലത്തിൽ നിന്ന് ഞാൻ വിദ്വാൻ കെ പ്രകാശത്തിൻ്റെ ആ 6 വോളിയുണ്ട് ആ ബുക്ക്, ആ തർജിമയിൽ നിന്ന് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അവിടെ പാഞ്ചാലി പറയുന്ന ഭാഷ, ഇതിൽ കൂടുതൽ തെളിവെന്ത് വേണം? നിഷ്കളങ്കയാണ് പാഞ്ചാലി എന്ന് തെളിയിക്കാൻ ഈ വാക്കുകൾ മാത്രം മതി. ദ്രൗപദി പറയുന്ന വാക്കുകളാണ്. കരഞ്ഞുകൊണ്ട് സ്വയംവര കാലത്ത് വിവാഹവേദിയിൽ വെച്ച് ആ ഒറ്റ ദിവസം മാത്രമേ എന്നെ മറ്റുള്ളവർ കാണുവാൻ സാധിച്ചിട്ടുള്ളൂ. മറ്റൊരിടത്ത് വെച്ചും എന്നെ അന്യരാരും കണ്ടിട്ടില്ല. എന്നെ എൻ്റെ ഗ്രഹത്തിൽ സൂര്യദേവനോ വായുദേവനോ പോലും കണ്ടിട്ടില്ല. കാറ്റു വന്നെന്നെ സ്പർശിച്ചാൽ പൊറുക്കാത്തവരാണ് പാണ്ഡവർ. കണ്ടോ ദ്രൗപദിയുടെ നിഷ്കളങ്കത? ഇവിടെ കൂടിയിരിക്കുന്നവര്, ഞാൻ ഈ ഭഗവാന്റെ മുമ്പിൽ നിന്ന് ഞാൻ പറയുകയാണ്, ഈ നിഷ്കളങ്കത നമ്മൾ മനസ്സിലാക്കണം.
പാഞ്ചാലി അവിടെ ചിരിച്ചിട്ടില്ല. പാഞ്ചാലി ഒരിക്കലും അഹങ്കാരിയല്ല. തൻ്റെ പുത്രന്മാരെ മുഴുവൻ നഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ പോലും മനസ്സുകൊണ്ട് പൊറുക്കാൻ മനസ്സുണ്ടായിരുന്നവളാണ് പാഞ്ചാലി. ആ പാഞ്ചാലിയുടെ കാര്യത്തിലുള്ള നിഗൂഢത, അതിനെ നമ്മൾ പുറത്തു കൊണ്ടുവരണ്ടേ? ഇനിയെങ്കിലും പാഞ്ചാലിക്ക് ഉണ്ടായിട്ടുള്ള ആക്ഷേപത്തെ ഇല്ലാതെയാക്കണ്ടേ? ഞാൻ ഈ 2 തെളിവ് നിങ്ങളുടെ മുമ്പിൽ സമർത്ഥിച്ചാൽ പോരെ? പാഞ്ചാലി അങ്ങനെ ദുര്യോധനനെ നാണം കെടുത്തുന്ന രീതിയിൽ ചിരിച്ചിട്ടില്ല. അത് ദുര്യോധനന്റെ ഒരു നുണ മാത്രമാണ് എന്ന് ഞാൻ ഈ ഭഗവാന്റെ മുമ്പിൽ നിന്ന് പറയുകയാണ്. ഇതാണ് എനിക്ക് ആദ്യം നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ള നിഗൂഢത മഹാഭാരതത്തെ സംബന്ധിച്ച്. അടുത്തതായി അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ പറയുന്നു, നമ്മൾ വേദാന്തത്തിൻ്റെ ടെലിസ്കോപ്പിലൂടെ, വേദാന്തം എന്ന ടെലിസ്കോപ്പിലൂടെ മഹാഭാരതത്തെ വീക്ഷിക്കുമ്പോൾ കർമ്മങ്ങൾക്കനുസൃതമാണ് അടുത്ത ജന്മമെന്ന് ഉദ്ഘോഷിക്കുന്ന ഉപനിഷത്തുക്കൾ, അതിലെ വാചകങ്ങളോ അല്ലെങ്കിൽ അതിലെ മന്ത്രങ്ങളോ ഒന്നും സാധാരണ മനുഷ്യന് മനസ്സിലാവില്ല. പുനരഭിജനനം, ഇതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഒരു ഉപനിഷത്തിലൂടെ കടന്നു പോകുമ്പോൾ മരണത്തിന് ശേഷം മനുഷ്യന് എന്ത് സംഭവിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമാണ് കഠോപനിഷത്ത്. മരണത്തിന് ശേഷം ആത്മാവിന് എന്ത് സംഭവിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ബൃഹദാരണ്യകോപനിഷത്ത്. പക്ഷെ ഇതൊക്കെ സാധാരണക്കാർക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അപ്പൊ വ്യാസഭഗവാൻ ഇവരുടെ എല്ലാവരുടെയും നമ്മുടെ ചരിത്രത്തെ, നമ്മുടെ ഭാരതത്തിന്റെ ചരിത്രത്തെ കഥാരൂപത്തിലാക്കിക്കൊണ്ട് അവനവന്റെ കർമ്മങ്ങൾക്കനുസൃതമായാണ് അടുത്ത ജന്മം, അവനവന്റെ കർമ്മങ്ങൾക്കനുസൃതമായാണ് ഈ ജന്മം എന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. അതിന് നമ്മുടെ ഉപനിഷത്തുക്കളിലെ ഈ കർമ്മനിയതി, അതായത് ലോ ഓഫ് കർമ്മ എന്ന് പറയുന്ന ആ കർമ്മനിയതിക്ക് മനുഷ്യനായി അവതരിച്ച ഭഗവാന് പോലും അതിൽ നിന്ന് മോചനമില്ല. കർമ്മനിയതിക്ക് ഭഗവാൻ പോലും, അവതാര പുരുഷന്മാർ പോലും കീഴ്പ്പെട്ടേ പറ്റൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ശ്രീരാമചന്ദ്രൻ ഒളിഞ്ഞിരുന്ന് അമ്പെയ്ത ബാലിയെ വധിച്ചപ്പോൾ ത്രേതായുഗത്തിലെ അവതാര പുരുഷനായ ശ്രീരാമചന്ദ്രൻ പിന്നീട് ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണനായി ജനിച്ചെങ്കിലും ആ ഒരു കർമ്മവിഭാഗം കൊണ്ട് ശ്രീകൃഷ്ണന്റെ, ഭഗവാന്റെ സ്വർഗാരോഹണ സമയത്ത് ഒരു വേടന്റെ രൂപത്തിൽ ഒളിഞ്ഞിരുന്ന്, ഇലകൾക്കിടയിൽ ഒളിഞ്ഞിരുന്ന് ഒരു മാനാണെന്ന് കരുതി ഭഗവാൻ ഏറ്റ അമ്പാണ് ഭഗവാന്റെ സ്വർഗാരോഹണത്തിനിടയാക്കിയത്. ഇതുപോലെ അവതാര പുരുഷന്മാരെ പോലും വെറുതെ വിടാത്ത കർമ്മനിയതിക്ക് അടിമകളാണ് നമ്മൾ എന്ന് വ്യാസഭഗവാൻ മഹാഭാരതത്തിലൂടെ നമ്മളെ കാണിച്ചു തരികയാണ്. പുനർജന്മ സിദ്ധാന്തം നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. ഓരോരുത്തരുടെയും ജീവിതം കാഴ്ചവെച്ചുകൊണ്ട് കഥാരൂപത്തിൽ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരികയാണ്. രാമന്റെയും കൃഷ്ണന്റെയും കർമ്മത്തിനനുസൃതമായ അവരുടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ മഹാഭാരതത്തിന്റെ ഒരു നെടുന്തൂണായി നിൽക്കുന്ന ധൃതരാഷ്ട്രർ മക്കളെയെല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം ഭഗവാനോട് ചോദിക്കുകയാണ്, കൃഷ്ണ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഒരു അന്ധനായി ജനിച്ചത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എൻ്റെ മക്കളെ ഒരു നോക്ക് കാണുവാൻ എനിക്ക് സാധിക്കാതെ വന്നിട്ടുള്ളത്? ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണ് കൃഷ്ണ, എനിക്കൊന്ന് പറഞ്ഞു തരൂ എന്ന് പറയുമ്പോൾ ഭഗവാൻ പറയും, നോക്കൂ, കർമ്മനിയതിയെ നമ്മൾക്ക് കീഴടക്കാൻ സാധിക്കില്ല, അതനുഭവിച്ചേ പറ്റൂ. ഞാൻ അങ്ങയ്ക്ക് ഒരു 50 വർഷം പുറകിലേക്കുള്ള അങ്ങയുടെ പൂർവജന്മത്തെ കാണുവാനുള്ള ദിവ്യ ചക്ഷുസുകൾ, ദിവ്യമായ നേത്രങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങളൊന്ന് പുറകോട്ട് കണ്ടു നോക്കൂ എന്ന് പറയുമ്പോൾ ധൃതരാഷ്ട്രർ ആ ദിവ്യ ചക്ഷുസുകളിലൂടെ തൻ്റെ 50ഓളം ജന്മങ്ങൾ പുറകോട്ട് കാണുവാൻ ഇടവന്നപ്പോൾ അതിൽ നിന്ന് ധൃതരാഷ്ട്രർ കാണുകയാണ്, ധൃതരാഷ്ട്രരുടെ പൂർവ്വജന്മത്തിൽ അദ്ദേഹം ഒരു വേടനായിരുന്നു. ആ വേടൻ ഒരു മരത്തിലെ ഒരു പക്ഷിയെ കുറെ ദിവസങ്ങളായി ഇങ്ങനെ അമ്പെയ്ത് വീഴ്ത്താൻ ശ്രമം നടത്തിയിട്ടും ആ പക്ഷിയെ കിട്ടാതെ വന്നപ്പോൾ ആ വേടൻ ആ ദേഷ്യത്തിന് ആ പക്ഷിയുടെ ആ മരത്തിലുള്ള കൂടിനെ നശിപ്പിച്ചു. അപ്പോൾ ആ കൂട്ടില് ആ പക്ഷിയുടെ 100 മുട്ടകൾ വിരിഞ്ഞ സമയമായിരുന്നു.
ആ കൂട് നശിപ്പിച്ചപ്പോ ആ 100 മുട്ടകളും പോയി, ആ കുഞ്ഞുങ്ങളും പോയി. വൈകുന്നേരം തിരിച്ചു വന്ന പക്ഷിക്ക് തൻ്റെ കുട്ടികളെ കാണാൻ സാധിച്ചില്ല. ആ വേടന്റെ ആ ജന്മത്തിന് ശേഷമുള്ള ജന്മങ്ങളിൽ സത്പ്രവർത്തികൾ ചെയ്ത് ധാർമ്മികമായി ജീവിക്കാനൊരു അവസരമുണ്ടായപ്പോൾ ധൃതരാഷ്ട്രർ ഒരു രാജാവായി, ഒരു രാജ കുടുംബത്തിൽ ജനിച്ചു. അങ്ങനെ ഒരു കുടുംബത്തിൽ ജനിച്ച് ഒരു രാജാവായെങ്കിലും ജനിച്ചപ്പോൾ തന്നെ അന്ധനായി. 100 മക്കളുണ്ടായി ധൃതരാഷ്ട്രർക്ക്. ആ 100 മക്കളെയും കാണാൻ പറ്റിയിട്ടില്ല. ആ പക്ഷിക്ക് എങ്ങനെയാണോ ആ 100 മക്കളെയും കാണാൻ പറ്റാത്തതായത്, അതുപോലെ തന്നെ ധൃതരാഷ്ട്രർക്കും ആ 100 മക്കളെ കാണുവാൻ ഇട വന്നില്ല. കണ്ടോ, പൂർവജന്മത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നു, പുനർജന്മത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നു, കർമ്മനിയതിയെക്കുറിച്ച് പറഞ്ഞു തരുന്നു. അതുപോലെ തന്നെ ആദിപർവത്തിൽ വിതുരരുടെ പൂർവജന്മം പറയുന്നിടത്ത് മാണ്ഡവ്യൻ എന്ന മഹർഷി, താപസനായ ആ മഹർഷി തൻ്റെ ആശ്രമത്തിൽ ഇരുന്ന് ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് കുറേ കള്ളന്മാരോടി വരുന്നു. കിങ്കരന്മാർ ഓടിച്ചിട്ട കുറെ കള്ളന്മാർ. ആ കള്ളന്മാർ അവിടെ ഇങ്ങനെ പതിഞ്ഞിരുന്ന സമയത്ത് രാജകിങ്കരന്മാർ ഈ ആശ്രമത്തിലെത്തി എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ കളവ് മുതൽ മുഴുവനും ആശ്രമത്തിൽ ഉപേക്ഷിച്ചിട്ട് അങ്ങ് പോയി. പക്ഷെ രാജകിങ്കരന്മാർ ഈ കള്ളന്മാരെ പിടികൂടിയപ്പോൾ ഈ കളവ് മുതൽ ലഭിച്ചത് ഈ ആശ്രമത്തിൽ നിന്നായതുകൊണ്ട് ഈ താപസനെ കൂടി രാജാവിൻ്റെ മുമ്പിൽ ഹാജരാക്കി. അങ്ങനെ ഈ കള്ളന്മാരും താപസനും കൂടി രാജാവിൻ്റെ മുമ്പിൽ ഹാജരാക്കിയപ്പോൾ ഈ മാണ്ഡവ്യന് മനസ്സിലാവുന്നില്ല എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. പറഞ്ഞു തീരുന്നതിന് മുമ്പ് ശൂലം കയറ്റി കൊല്ലാൻ രാജാവ് ഉത്തരവിട്ടു. എല്ലാവരുടെയും ദേഹത്ത് ശൂലം കയറ്റി. മിനിറ്റുകൾക്കകം കള്ളന്മാരെല്ലാം മരിച്ചെങ്കിലും ദിവസങ്ങളോളം കിടന്നിട്ടും മാണ്ഡവ്യൻ മരിച്ചില്ല. അവസാനം ആരോ ചെന്ന് പറഞ്ഞിട്ട് മഹാരാജാവ് വന്ന് മാണ്ഡവ്യനോട് ചോദിച്ചു, അങ്ങ് ആരാണ്? അങ്ങ് ഇത്രയും ദിവസമായിട്ടും മരണത്തെ പുൽകാത്തത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്കറിയില്ല എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നതെന്ന്. അപ്പോൾ ദിവ്യനാണെന്ന് മനസ്സിലാക്കി രാജാവ് ആ ശൂലത്തെ ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റാൻ ശ്രമിച്ചപ്പോൾ, ശരീരത്തിൽ നിന്ന് ഊരാൻ ശ്രമിച്ചപ്പോൾ പറ്റാത്തതുകൊണ്ട് മുറിച്ചു മാറ്റി. അങ്ങനെ ആ ശരത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ശരീരത്തോടൊപ്പം തന്നെ ആയി കുറേ നാൾ കൂടി മാണ്ഡവ്യൻ ജീവിച്ച് വളരെ ധാർമ്മികമായി ജീവിച്ച് ഹികലോകവാസം വെടിഞ്ഞ് സാക്ഷാൽ യമധർമ്മരാജാവിൻ്റെ രാജസന്നിധിയിൽ ചെന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, രാജാവേ, എന്തിനാണ് എന്നെ ചെയ്യാത്ത കുറ്റത്തിന് ഇങ്ങനെ ശിക്ഷിച്ചത്? ഉടനെ യമധർമ്മരാജാവ് പറഞ്ഞു, അത് നിങ്ങൾ ബാലനായിരിക്കെ ഈർക്കിലിയിൽ കോർത്ത് പാറ്റകളെ കൊന്നില്ലേ, അതുകൊണ്ടാണ്. ആ ഈർക്കിലിയിൽ കോർത്ത് പാറ്റകളെ കൊന്നതിൻ്റെ ഫലമാണ് ഈ ജന്മത്തിൽ തന്നെ നിങ്ങളിത് അനുഭവിച്ചത്. ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു, ഇത് തെറ്റാണ്. ബാലനായിരിക്കെ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് എങ്ങനെ എന്നെ ശിക്ഷിക്കാൻ സാധിക്കും? അന്നു മുതലാണ് ഭാരതത്തിൽ 14 വയസ്സ് അദ്ദേഹം കൊണ്ടുവന്നതാണത്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്നതൊന്നും കുറ്റമല്ല എന്ന് ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുന്നു എന്ന് പറയും. ഇന്നത് 7 വയസ്സാണ്. നമ്മുടെ ഇന്ത്യയുടെ നിയമത്തിൽ 7 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ കുറ്റം ചെയ്താൽ ശിക്ഷാർഹമല്ല. അതിനോടൊപ്പം തന്നെ യമധർമ്മ രാജാവിനെ ശപിച്ചു മാണ്ഡവ്യൻ. എങ്ങനെ? നീ ഒരു ശൂദ്രയോനിയിൽ ജനിച്ച് മനുഷ്യനായി ജീവിക്കാൻ ഇടവരട്ടെ എന്ന്. ആ മാണ്ഡവ്യന്റെ ശാപം കൊണ്ട് യമധർമ്മ രാജാവ് ഈ ഭൂമിയിൽ ഒരു ശൂദ്ര സ്ത്രീയുടെ മകനായി ജനിക്കാനിട വന്നു. അപ്പൊ നോക്കൂ, ഒരാളുടെ പ്രവൃത്തി, ഒരു ചെറിയ പ്രവൃത്തി പോലും നമ്മളെ ഭഗവാൻ വെറുതെ വിടില്ല എന്നാ ഇതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ നിഗൂഢമായി മഹാഭാരതം പ്രസ്താവിക്കുന്ന ഒരു കാര്യമാണ് പാപങ്ങളുടെ ഫലം അനന്ത തലമുറ അനുഭവിക്കുമെന്നുള്ളത്. ഈ സന്ദേശമാണ് ഇതിൻ്റെ അകത്ത് നിഗൂഢമായിട്ടുള്ളത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഗാണ്ഡവ ദഹനം. ഗാണ്ഡവ വനം ദഹിപ്പിക്കാനൊരു ഇട വന്നപ്പോൾ അർജുനനും ഭഗവാനും കൂടി ആ വനം മുഴുവൻ ദഹിപ്പിച്ച് ഇന്ദ്രന്റെ പ്രവർത്തനങ്ങൾ പോലും നിലച്ച് ആ മഴയെ പോലും താഴേക്ക് കൊണ്ടുവരാതെ ഭഗവാനും അർജുനനും ചേർന്ന് അവിടെ ഗാണ്ഡവ ദഹനം നടത്തിയതിൻ്റെ ബാക്കിയായി സർപ്പങ്ങൾ മുഴുവൻ നശിച്ച്, സർപ്പങ്ങൾ മുഴുവനും ഇല്ലാതെയാവണ ഒരു സാഹചര്യം വന്നു. ആ ഒരു പ്രവൃത്തിയുടെ ഫലമായി, ആ സർപ്പങ്ങളുടെ ശാപത്തിന്റെ ഫലമായി
അർജുനന്റെ കൊച്ചുമകൻ പരീക്ഷിത്ത് മഹാരാജാവ് തക്ഷകന്റെ കടിയേറ്റു മരിച്ചു. ആ തക്ഷകന്റെ കടിയേറ്റു മരിച്ച പരീക്ഷത്തിന്റെ മകനായ ജനമേജയൻ പിന്നീട് ഉത്തങ്കന്റെ ഒരു ചില പ്രചോദനം നിമിത്തം നടത്തിയ സർപ്പസത്രത്തിൽ ധാരാളം സർപ്പങ്ങൾ എരുതിയിൽ വന്ന് വീണ് ചത്തൊടുങ്ങി. അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്ത ജനമേജയന്റെ അവസാന കാലം എങ്ങനെയായിരുന്നു? ആ സർപ്പശാപം, ആ ജന്മത്തിൽ ചെയ്ത പാപം, ആ ജന്മത്തിൽ ചെയ്ത പാപത്തിന്റെ ഫലം ആ ജന്മത്തിൽ തന്നെ ജനമേജയൻ അനുഭവിച്ചതിന്റെ ഫലമായി കുഷ്ഠരോഗം ബാധിച്ചു. കുഷ്ഠരോഗം ബാധിച്ചപ്പോ അത്രേയ മഹർഷി പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠിച്ച ഒരു പ്രതിഷ്ഠയുണ്ട് ശൂർപ്പാരകത്തിൽ. നമ്മളുടെ കേരളത്തെ ശൂർപ്പാരകം എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. ശൂർപ്പം, മുറം എറിഞ്ഞ് ഉണ്ടായ ഭാഗം എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. ശൂർപ്പാരകം, ആരെങ്കിലും അത് കേട്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പോയി സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ശൂർപ്പാരകം എന്നാണ് കേരളത്തിന്റെ ആദ്യ നാമം. ശൂർപ്പാരകത്തിൽ ഒരു പ്രതിഷ്ഠയുണ്ട്, അതാണ് ഗുരുവായൂർ. ഗുരുവായൂരപ്പന്റെ മുമ്പിൽ വന്ന് ജനമേജയൻ നാളുകൾ തപസ്സിരുന്ന് പ്രാർത്ഥിച്ച്, വർഷങ്ങളോളം പ്രാർത്ഥിച്ച് തൻ്റെ രോഗത്തിനൊരു ശമനമുണ്ടായപ്പോൾ ആ ക്ഷേത്രത്തെ വലിയ നിലയിലേക്ക് ജനമേജയൻ ചരിത്രവും പുരാണവും പറയുന്നത്. നോക്കൂ, അർജുനന്റെ ഗാണ്ഡവ ദഹനം കൊണ്ട് അടുത്ത തലമുറയിലെ പരീക്ഷത്തിന് തക്ഷകന്റെ കടിയേറ്റെങ്കിൽ തക്ഷകന്റെ മകനായ ജനമേജയന്റെ പ്രവൃത്തിക്ക് ഫലം ജനമേജയൻ ആ ജന്മത്തിൽ തന്നെ അനുഭവിച്ചു. നോക്കൂ, അതാണ് പാപങ്ങളുടെ ഫലം അനന്ത തലമുറ അനുഭവിക്കും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അംബയുടെ പുനർജന്മം, ശിഖണ്ഡിയായി ജനിച്ചത്, ശിഖണ്ഡിയായി ജനിച്ച് ഭീഷ്മരെ കൊന്നപ്പോൾ, ഭീഷ്മരെ വധിച്ചപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തീർത്താ തീരാത്ത പക ഒരു മനുഷ്യന്റെ ഉള്ളിൽ മരണം വരെയുണ്ടെങ്കിൽ ആ പക തീർക്കാനായി വീണ്ടും ജനിക്കും അവൻ. ധാർമ്മികമായി ശരിയാണെങ്കിൽ, ധാർമ്മികമായി അവന്റെ പകയിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ. അതുപോലെ ദ്രൗപദിയുടെ കഥ ഇവിടെ ഉച്ചയ്ക്ക് ഗീത ടീച്ചർ പറഞ്ഞു. ദ്രൗപദിയുടെ പൂർവജന്മത്തിലെ നളന്റെയും ദമയന്തിയുടെയും മകളായ നാളായണിയായിരുന്നു പൂർവജന്മത്തിൽ ദ്രൗപദി. ആ ദ്രൗപദിയുടെ പൂർവജന്മത്തിലെ നാളായണിയിലെ തീർത്താത്തീരാത്ത കാമാസക്തിയുടെ ഫലമായി അടുത്തൊരു ജന്മത്തിൽ 5 ഭർത്താക്കന്മാരെ ലഭിച്ചു പാഞ്ചാലിക്ക്. നോക്കൂ, നമ്മുടെ തീരാത്ത തൃഷ്ണയും അടുത്തൊരു ജന്മത്തിൽ നമുക്ക് ഭഗവാൻ സാധിച്ചു തരും. അതിന് എന്ത് ന്യായീകരണം പറഞ്ഞാലും ഇതെല്ലാം നമ്മളെ പഠിപ്പിച്ചു തരികയാണ് മഹാഭാരതം. ഇതെല്ലാം നമ്മളെ കാട്ടിത്തരികയാണ് മഹാഭാരതം. മഹാഭാരതത്തിലെ ദ്രൗപദി വാക്യം വായിക്കണം. അതില് പൂർവജന്മത്തിലെ പ്രവർത്തികൾ കൊണ്ട് ഈ ജന്മത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഈ ജന്മത്തിൽ ധാർമ്മികമായി ജീവിക്കാൻ ഉണ്ടാകുന്ന പുണ്യം, ഇതെല്ലാം ദ്രൗപദി പറയുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ എൻ്റെ നിഗൂഢതയെക്കുറിച്ചുള്ള എനിക്ക് പറയാനുള്ള കാര്യം ഈ കർമ്മനിയതി എന്നുള്ളതാണ്. ഈ സന്ദേശം നമ്മളിലേക്ക് എത്തിക്കുന്നു. അടുത്ത നിഗൂഢത, മഹാഭാരതം തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ഒരു നായയുടെ സാന്നിധ്യമുണ്ട്. മഹാഭാരതം വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. മഹാഭാരതം തുടങ്ങുന്ന സ്ഥലത്ത് ജനമേജയനും സഹോദരന്മാരും കൂടി ചേർന്ന് നടത്തുന്ന ഒരു വലിയ യാഗത്തിൽ ഒരു നായ കയറി വരും. ആ നായയെ സഹോദരന്മാർ ചേർന്ന് അടിച്ചോടിക്കും. നായയുടെ അമ്മയായ സരമ ചോദിക്കും, എന്തിനാണ് നിങ്ങൾ എൻ്റെ മകനായ ഈ നായയെ ഇങ്ങനെ അടിച്ചത്? അവന് ഒരു തെറ്റും ചെയ്യാതെ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞ് ശപിക്കും ആ നായയുടെ അമ്മ. ഇതങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷം അവസാന ഭാഗത്ത്, മഹാഭാരതത്തിന്റെ അവസാന ഭാഗത്ത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, യുധിഷ്ഠിരൻ വനവാസത്തിനായി പോയി. സ്വർഗാരോഹണ സമയത്ത് യുധിഷ്ഠിരനോടൊപ്പം പഞ്ചപാണ്ഡവന്മാരിലെ 4 പേരും താഴെ വീണ് മരിച്ചപ്പോൾ നോക്കാതെ മുമ്പോട്ട് പോയ യുധിഷ്ഠിരനോടൊപ്പം ഒരു നായ ഉണ്ടായിരുന്നു. തുടക്കം മുതൽ ഒരു നായ ഉണ്ടായിരുന്നു. സ്വർഗത്തിലെത്തി, സ്വർഗവാതിൽക്കലെത്തി, സ്വർഗത്തിലേക്ക് കടക്കാൻ നിൽക്കുമ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, ഈ നായയെ കൂടെ എൻ്റെ കൂടെ കൊണ്ടുപോയാലേ ഞാൻ അതിൽ സ്വർഗം എനിക്ക് വേണ്ടൂ എന്ന് പറഞ്ഞു. അങ്ങനെ വാശി പിടിച്ചു നിന്നപ്പോൾ ആ നായ
യമധർമ്മരാജാവായ മറ്റൊരു വേഷത്തിൽ വന്നതാണ് യുധിഷ്ഠിരനെ പരീക്ഷിക്കാൻ. പറഞ്ഞു, നിന്റെ ഈ ധാർമ്മികതയുടെ മുമ്പിൽ ഞാൻ തോറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കൂ, തുടക്കത്തിലും ഒരു നായയുണ്ട്, അവസാന ഭാഗത്തും ഒരു നായയുണ്ട്. ഇതിന് വിശദീകരണം ഭഗവാൻ പാർത്ഥസാരഥി അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് ആ ഒരു നായയുടെ ഒരു സാന്നിധ്യം പറയുന്ന സ്ഥലത്ത് മഹാഭാരതത്തിൽ ഈ ഭഗവത്ഗീതയിൽ പറയുന്നത് 5-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, നായയും പാമ്പും ആനയും മാംസം കഴിക്കുന്നവനും ബ്രാഹ്മണനും എല്ലാവരും ഒരുപോലെയാണ് എനിക്ക്. സമദർശിത്വമാണ് ഒരു മനുഷ്യന് പണ്ഡിതനാക്കുന്നതെന്ന് പാർത്ഥസാരഥി അർജുനനോട് പറയുക. തിരുവാറന്മുളയപ്പൻ്റെ മുമ്പിൽ നിന്ന് ഭഗവാന്റെ ആ സമദർശിത്വത്തെക്കുറിച്ച് പറയാൻ എനിക്ക് ഭാഗ്യം സിദ്ധിച്ചത് ഞാൻ പൂർവജന്മ സുഹൃതമായി കണക്കാക്കുന്നു. സമദർശിത്വം എന്ന സനാതന ധർമ്മത്തിൻ്റെ, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായ സമദർശിത്വം ഈ ലോകത്ത് വേറെ ഏത് രാജ്യത്തുണ്ട്? യുഗയുഗാന്തരങ്ങൾക്ക് മുമ്പ് മുതൽ ഈ രാജ്യത്ത് ഭാരതത്തിലെ ജനങ്ങൾ സമദർശിത്വത്തോടുകൂടി ജീവിക്കണമെന്ന് യുഗങ്ങൾക്ക് മുമ്പേ ഋഷീശ്വരന്മാർ നമുക്ക് പറഞ്ഞു തന്നു. ആ മഹാഭാരതം പറയുന്നത്. അങ്ങനെ ഈ രണ്ട് ഭാഗത്ത് പറയുന്നത് കൂടാതെ ഇതുപോലെ തന്നെ മഹാഭാരതം തുടങ്ങുമ്പോഴും സർപ്പമുണ്ട്, മഹാഭാരതം അവസാനിക്കുന്നിടത്തും സർപ്പമുണ്ട്. മഹാഭാരതം തുടങ്ങുന്നത് സർപ്പസത്രത്തോടു കൂടിയാണ്. അപ്പോൾ ആ ഒരു നാഗാരാധനയുടെ ഒരു ഇമ്പോർട്ടൻസ്, നാഗാരാധന എന്തിന്, ഏതിന്, അവരാരാണ്, സർപ്പങ്ങൾ നമുക്ക് ആരാണ് എന്ന് നമ്മളെ പറയാതെ പറഞ്ഞുകൊണ്ട് നിഗൂഢമായി വ്യാസഭഗവാൻ നമുക്ക് പറഞ്ഞു തരികയാണ്. നമ്മുടെ രക്ഷകരാണ് അവര് എന്ന്, സത്യമുള്ളവരാണ് സർപ്പം എന്നത് നമ്മളെ കാട്ടിത്തരികയാണ്. സർപ്പസത്രം നടത്തി ജന്മജന്മാന്തരങ്ങളിലുള്ള സർപ്പദോഷത്തെ അകറ്റാനാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ അവസാനം സ്വർഗാരോഹണത്തിന് തൊട്ടു മുമ്പായി, ഭഗവാന്റെ സ്വർഗാരോഹണത്തിന് തൊട്ടു മുമ്പായി ബലരാമൻ തൻ്റെ ആത്മാവ് ശരീരം വിട്ടകന്നു പോകുമെന്ന് മനസ്സിലാക്കി ധ്യാനനിമഗ്നനായിരിക്കുമ്പോൾ ഭഗവാൻ ദൂരെ നിന്നിങ്ങനെ സഹോദരനെ വീക്ഷിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ, അവസാന ഭാഗത്തുള്ളതാണ് മൗസല പർവ്വത്തിൽ, ഭഗവാൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ബലരാമൻ്റെ വായിൽ നിന്ന് ഒരു സർപ്പം പുറത്തേക്ക് വരുന്നു. ആ സർപ്പം അങ്ങ് പോയി അനന്തനായി ബലരാമനെ കൊണ്ടുപോകുന്നു. നോക്കൂ, അനന്തൻ്റെ അടുത്ത ജന്മമായിട്ടാണ് ത്രേതായുഗത്തിൽ ലക്ഷ്മണസ്വാമിയെ നമ്മൾ കാണുന്നത്. ലക്ഷ്മണസ്വാമി ശ്രീരാമചന്ദ്രനായ മൂത്ത സഹോദരനെ അങ്ങേയറ്റം താഴ്മയോടെ ആ സഹോദരനോടൊപ്പം കഴിഞ്ഞതുകൊണ്ട് അടുത്ത ജന്മത്തിൽ അവതാര പുരുഷന്റെ ജ്യേഷ്ഠനായി ജനിച്ചു. കൃഷ്ണന്റെ ജ്യേഷ്ഠനായി അടുത്ത ജന്മത്തിൽ ജനിച്ചു. ആ ജന്മം സഫലമായപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുപോയത് അനന്തനാണ്. അങ്ങനെ ഒരു വലിയ നിഗൂഢത ഇതിൻ്റെ അകത്തുണ്ട്. തുടങ്ങുമ്പോഴും സർപ്പമുണ്ട്, അവസാനിക്കുമ്പോഴും സർപ്പമുണ്ട്. തുടങ്ങുമ്പോഴും നായയുണ്ട്, അവസാനിക്കുമ്പോഴും നായയുണ്ട്. സമദർശിത്വത്തിന് ഇതിൽ കൂടുതൽ എന്തു വേണം? അടുത്ത ഒരു വിഷയം, എന്തുകൊണ്ടാണ് കുരുക്ഷേത്രത്തെ ഒരു യുദ്ധഭൂമിയാക്കിയത് പാണ്ഡവരും കൗരവരും? ഭഗവാന്റെ ഇടപെടലുകളുണ്ട് അവിടെ. ഭഗവാൻ കൃഷ്ണന്റെ ഇടപെടലുകളുണ്ട്. നമുക്ക് കുരുക്ഷേത്രത്തിൽ യുദ്ധത്തിൻ്റെ സ്ഥാനം കുരുക്ഷേത്രമാണ് എന്ന് തീരുമാനിക്കപ്പെടുവാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. അത് യുദ്ധം തുടങ്ങുന്നിടത്തോ യുദ്ധം അവസാനിക്കുന്നിടത്തോ ഒന്നുമല്ല മഹാഭാരതത്തിൽ ഈ ഒരു ഭാഗം പറയുന്നത്. കുരുക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നിടത്ത് ആ ഭൂമി, കുരുക്ഷേത്ര ഭൂമി, അതിനു മുമ്പ് അറിയപ്പെട്ടിരുന്നത് സ്യമന്ത പഞ്ചകം എന്നാണ്. അവിടെ ആ ഭൂമിയിൽ, ആ സ്ഥാനത്ത് ധാരാളം യാഗങ്ങൾ ദേവന്മാർ നടത്തിയിട്ടുള്ള സ്ഥലമാണ് ഈ സ്യമന്ത പഞ്ചകം. പിന്നീട് കുരു എന്ന രാജാവ്, ഈ ഭാരതത്തിലെ ശ്രേഷ്ഠനായ രാജാവായിരുന്നു കുരു എന്ന രാജാവ് ഈ കുരുക്ഷേത്രം ഇരിക്കുന്ന ഭാഗം, സ്യമന്ത പഞ്ചകം എന്ന് പറയുന്ന ആ ഭാഗം ഉഴുതു മറിച്ച് കൃഷി ചെയ്ത് സ്വർണം വിളയിച്ചു എന്നാണ് പറയണേ.
അങ്ങനെ ഇങ്ങനെ ഇടതടവില്ലാതെ ഉഴുതുമറിച്ച് കൃഷി ചെയ്യുന്നത് കണ്ടപ്പോൾ ഇന്ദ്രൻ വളരെ ഒരു തമാശ പോലെ കുരുവിനോട് ചോദിക്കുമായിരുന്നു, എന്തിനാ ഇങ്ങനെ ഉഴുതുമറിക്കുന്നത് എന്ന്. അത് ഇവിടം പുണ്യമായ ഭൂമിയാക്കി മാറ്റുവാനാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നതെന്ന് ഓരോ പ്രാവശ്യം ചോദിക്കുമ്പോഴും പറയുമായിരുന്നു. അങ്ങനെ ആ തീർത്താൽ തീരാത്ത രീതിയിലുള്ള ഉഴുതുമറിക്കലിൻ്റെ ഭാഗമായി ആ സ്ഥലത്തെ കുരുക്ഷേത്രം, കുരുവിൻ്റെ ക്ഷേത്രം എന്ന് അറിയപ്പെടാൻ തുടങ്ങി. കുരുക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നത് അവിടെ ആ മണ്ണിൽ വീട് മരിക്കുന്നവർ സ്വർഗത്തിലേക്ക് നേരെ സ്വർഗത്തിലേക്ക് പോകും എന്നാ പറയണേ. അവിടെ നിന്ന് ഏൽക്കുന്ന കാറ്റുപോലും ഒരാളെ പുണ്യവാനും പുണ്യവതിയുമാക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ യുദ്ധത്തിൽ മരിച്ചു വീഴുന്ന പാണ്ഡവരോ കൗരവരോ യോദ്ധാക്കളോ അന്യരാജ്യത്തെ ആളുകളോ അവിടുത്തെ ഭടന്മാരോ ആരുമാകട്ടെ, കുരുക്ഷേത്ര ഭൂമിയിൽ മരിച്ചു വീണാൽ അവർ സ്വർഗം പോകുമെന്ന ഭഗവാന്റെ ദീർഘദർശിത്വമാണ് കുരുക്ഷേത്രത്തിൽ വെച്ച് യുദ്ധം ഉണ്ടാവാൻ കാരണം. ഇത് മഹാഭാരതത്തിലെ ഒരു നിഗൂഢതയാണ്, പറയാതെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് കുരുക്ഷേത്രത്തെ തിരഞ്ഞെടുത്തത് എന്ന്. ആ ഒരു ഭൂമി, കുരുക്ഷേത്ര ഭൂമി ഇന്നും എന്നും പുണ്യപ്പെട്ടതാണ്. ഇത് കൂടാതെ ഭൃഗുരാമൻ അവിടെ ക്ഷത്രിയ നിഗ്രഹണം നടത്തിയതിന് ശേഷം 5 തീർത്ഥങ്ങൾ അവിടെ ഉണ്ടാക്കി. ആ 5 തീർത്ഥങ്ങളുടെ കേന്ദ്രമാണ് കുരുക്ഷേത്രം. അതിനെ കൂടുതൽ കൂടുതൽ പാവനമാക്കി, കൂടുതൽ പുണ്യഭൂമിയാക്കി, ധർമ്മഭൂമിയാക്കി, ധർമ്മക്ഷേത്രമായി ഈ കുരുക്ഷേത്രം. അതുകൊണ്ടാണ് ആ യുദ്ധത്തിൽ മരിച്ചവരെല്ലാവരും തന്നെ സ്വർഗം പൂകിയത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. അങ്ങനെ ഒന്ന് അവിടെയായി, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിൽ നിന്ന് നോക്കിയാലും ബഹുശാഖിയായ മഹാഭാരതം നമ്മളെ അവിടെ കൊണ്ടുപോയി എത്തിക്കും, ഏത് പ്രതിസന്ധിയിൽ നിന്നാലും. അപ്പോൾ ഈ ഒരു ഭാഗം മഹാഭാരതത്തിലെ മറ്റൊരു പ്രത്യേകത, മഹാഭാരതം നിഗൂഢമായി ഇപ്പോഴും നമുക്കറിഞ്ഞുകൂടാത്ത രീതിയിലുള്ള യുദ്ധക്കോപ്പുകളും ജീവശാസ്ത്രവും എല്ലാം മഹാഭാരതത്തിലുണ്ട്. ഇപ്പോഴും അതിനൊരു വിശദീകരണമില്ല എന്ന് വേണം നമുക്ക് പറയാൻ. ടെസ്റ്റ് ട്യൂബ് ശിശുക്കൾ എന്ന് ഈ 19-ാം നൂറ്റാണ്ടിൽ കണ്ടുപിടിച്ച ടെസ്റ്റ് ട്യൂബ് ശിശുക്കൾ എന്ന തത്വം, അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. കൗരവരുണ്ടായത് എങ്ങനെയാണ്? 100 കുടങ്ങളിലായി ഒരു മാംസപിണ്ഡത്തെയാണ് ഗാന്ധാരി പ്രസവിച്ചത്. ആ മാംസപിണ്ഡത്തെ 100 കഷ്ണങ്ങളാക്കി അതിനെ, അപ്പോഴേക്കും അവിടെ വ്യാസഭഗവാൻ വന്നു, 100 കുടങ്ങളിലാക്കി നെയ്യും ഹവിസും അതുപോലെ തന്നെ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള എന്തെല്ലോ സാധനങ്ങൾ വെച്ച് നിറച്ച് ആ കുടങ്ങളിൽ സൂക്ഷിച്ചതിന് ശേഷം ഉണ്ടായവരാണ് കൗരവര്. അയോനിജന്മാരുടെയും അയോനിജകളുടെയും ഗാഥയാണ് മഹാഭാരതം. എത്രയോ പേര് അമ്മയുടെ ഗർഭപാത്രത്തിലൂടെ അല്ലാതെ ജനിച്ചവരുടെ കഥ. ഇന്നും സയൻസ് പുരോഗമിച്ചിട്ടില്ല ആ ഒരു നിലയിലേക്ക്. ഒരു സ്ത്രീയുടെ സാന്നിധ്യം മാത്രം കൊണ്ട് ഒരു പുരുഷന്റെ രേതസിൽ നിന്നുണ്ടായതാണ് ദ്രോണർ. അങ്ങനെ സ്നാനത്തിനായി പോകുന്ന സമയത്ത് ഒരു അപ്സരസിന്റെ പേര് ഘൃതാജി എന്നാണ് അപ്സരസ്. ആ അപ്സരസിനെ കാണുമ്പോൾ ഉണ്ടായ വികാരത്തിൽ നിന്നുണ്ടായ രേതസ് ഒരു ദ്രോണം എന്ന് പറഞ്ഞാൽ ഒരു കുടം, ദ്രോണത്തിലാക്കി പിന്നീട് ആ ദ്രോണത്തിൽ നിന്ന് ജനിച്ചു എന്ന് പറയപ്പെടുന്ന ദ്രോണരും വ്യാസൻ ഇതുപോലെ തന്നെ അങ്ങനെ സ്നാനത്തിനായി പോകുന്ന സമയത്ത് ഇതേ ഘൃതാജി, അതാണ് രസം, ഇതേ അപ്സരസ് അദ്ദേഹത്തെ മോഹിപ്പിക്കാനായി അവിടെ ചെന്നപ്പോൾ ആ മോഹവലയത്തിൽ വീണ വ്യാസന്റെ അംഗചേഷ്ടകൾ കണ്ട് മനസ്സിലാക്കിയ ആ അപ്സരസ് ഒരു ശുഗയായി, ഒരു തത്തയായി മാറിപ്പോയി നിന്ന് വീക്ഷിച്ചപ്പോൾ അപ്പോൾ ഉണ്ടായ വികാരത്തിൽ നിന്ന് അരണി കടഞ്ഞുകൊണ്ടിരുന്ന ആ വ്യാസന് അരണിയിൽ നിന്ന് ജനിച്ച പുത്രനാണ് ശുഗബ്രഹ്മർഷി. നോക്കൂ, അയോനിജന്മാരുടെ ഒരു നീണ്ട ഗാഥയാണ്. യജ്ഞപുത്രനും യജ്ഞപുത്രിയുമാണ് ദ്രൗപദിയും ദൃഷ്ടദ്യുമ്നനും.
യജ്ഞത്തിൽ നിന്നുണ്ടായ പുത്രൻ പുത്രി. ഈ ഒരു തത്വം ഞാൻ പറയണു, ഒരു സ്ത്രീയുടെ സാന്നിധ്യം മാത്രം കൊണ്ട് ഒരു കുട്ടിയുണ്ടായി എന്ന് പറഞ്ഞാൽ ആ ഒരു സയൻസ് ഇന്നും ഈ ലോകത്തിൽ എവിടെയുമില്ല, നമ്മൾ അറിഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ട്. മന്ത്രത്തിൻ്റെ ശക്തി. വെടിക്കോപ്പുകൾ ഇന്ന് നമുക്കുണ്ടെങ്കിൽ അന്ന് അസ്ത്രങ്ങളുടെ ശക്തി, അസ്ത്രങ്ങളെ എയ്യുമ്പോൾ, മന്ത്രം ചൊല്ലിക്കൊണ്ട് എയ്യുമ്പോൾ, ഒരു ബോംബിൻ്റെ, ഒരു ആറ്റം ബോംബിൻ്റെ എല്ലാ സവിശേഷതകളുമുള്ള മന്ത്രങ്ങളുടെ ശക്തി, ഒരു മന്ത്രത്തിൻ്റെ ശക്തി അത്രയുണ്ട്. ഞാൻ പറയണു, എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുക, മന്ത്രങ്ങളുടെ ശക്തി. നമുക്കിപ്പോൾ മന്ത്രങ്ങളുടെ ശക്തി കൊണ്ടാണ് ഇവിടെ ഇത്രയും പോസിറ്റീവ് എനർജി. നമ്മളൊരു സർപ്പബലി കണ്ടു നോക്കൂ. സർപ്പബലി നടത്തുവാൻ നല്ല യോഗ്യതയുള്ള ആളുകൾ ആ സർപ്പബലി നടത്തിയാൽ, മന്ത്രോച്ചാരണങ്ങൾ നടത്തിയാൽ, അന്ന് ആ സർപ്പബലി തീരുന്ന സമയത്ത്, അല്ലെങ്കിൽ അന്ന് രാത്രി ആ സ്ഥലത്ത് അവർ വന്നിരിക്കും. ഞാൻ എൻ്റെ 2 നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടിട്ടുള്ളതാണ്. 2 സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് സർപ്പബലിയിൽ ആ മന്ത്രങ്ങൾക്ക് കീഴ്പ്പെട്ട് അവർ വരുന്നത്. എങ്ങനെ നമ്മൾ വിശ്വസിക്കാതിരിക്കും? അതാണ് മന്ത്രത്തിൻ്റെ ശക്തി. ആ മന്ത്രത്തിൻ്റെ ശക്തിയോടെ ഒരു യുദ്ധത്തെ തന്നെ ജയിച്ചവരാണ് ഭാരതത്തിലെ ജനങ്ങൾ. ഭാരതത്തിൻ്റെ സംസ്കാരം അതാണ്. മന്ത്രങ്ങളുടെ ശക്തിയാണ് ഭാരതത്തെ നിലനിർത്തിക്കൊണ്ടു പോകുന്നത്, സനാതനധർമ്മത്തെ നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. ഈ അയോനിജന്മാരുടെയും യോനിജമാരുടെയും ശാസ്ത്രം ഇന്നും ഈ ലോകത്തെവിടെയും എവിടെയും പുരോഗമിച്ചിട്ടില്ല. ഭാരതത്തിലെ പുരോഗമനം പോലെ ഇവിടെയും അറിഞ്ഞുകൂടാ ആർക്കും. അതുപോലെ തന്നെ ദേവകിയുടെ ഗർഭം രോഹിണിയുടെ ഗർഭത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് സറോഗേറ്റ് മദർ എന്ന് ആധുനിക ഭാഷയിൽ നമ്മൾ വിളിക്കുന്ന ഒരാളുടെ ഗർഭപാത്രത്തിൽ നിന്ന് ആ ഗർഭസ്ഥ ശിശുവിനെ മറ്റൊരാളുടെ ഗർഭപാത്രത്തിലേക്ക് മാറ്റിക്കൊണ്ട് മറ്റൊരാൾ ആ കുട്ടിയെ പ്രസവിക്കുന്ന ആ ഒരു രീതി 19-ാം നൂറ്റാണ്ടിലാണ് കണ്ടുപിടിക്കപ്പെട്ടത്. ഇവിടെ എന്നല്ല, ഈ ലോകത്ത്. എന്നാൽ യുഗങ്ങൾക്കപ്പുറം ബലരാമനെ രോഹിണി പ്രസവിച്ചു. ദേവകിയുടെ ഗർഭത്തിലുണ്ടായ ബലരാമനെ രോഹിണി പ്രസവിച്ചു. ഇതെങ്ങനെ സംഭവിച്ചു? അതാണ് ഭാരതത്തിലെ ശാസ്ത്രത്തിൻ്റെ വിപുലത. ഇതെല്ലാം മഹാഭാരതത്തിലുണ്ട്. അതുകൊണ്ടാണല്ലോ വ്യാസോച്ഛിഷ്ടം ജഗത് സർവം എന്ന് പറയുന്നത്. വ്യാസന്റെ ഉച്ഛിഷ്ടമാണ്. വ്യാസൻ പറഞ്ഞതേ ഇവിടെ ഉള്ളൂ ഈ ലോകത്ത്. അതുപോലെ നിഗൂഢമായി 32 ഗീതകളുണ്ട് മഹാഭാരതത്തിൽ. അതിൽ 6 ഞാൻ നോക്കിയിട്ടൊരു 6, അതായത് ഭഗവത്ഗീത, ഭീഷ്മഗീത, ഉദ്ധവഗീത, വിതുരഗീത, ധൃതരാഷ്ട്രഗീത, കുന്തിഗീത. ഇത് പാർത്ഥസാരഥി നേരിട്ട് പറഞ്ഞതാണ്. ഭഗവാൻ നേരിട്ട് പറഞ്ഞ ഗീതകളാണ്. 18 ദിവസത്തെ യുദ്ധം 18 പർവങ്ങളിലായി 18 അക്ഷൗണികളുടെ സാന്നിധ്യത്തിൽ നടന്ന ആ മഹായുദ്ധം മഹാഭാരതമായി വ്യാസഭഗവാൻ രചിച്ചപ്പോൾ അതിലെ ഭഗവത്ഗീത എന്ന് പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ആ വെണ്ണയ്ക്ക് തുല്യമായ നമ്മളുടെ സമ്പത്ത്, നമ്മുടെ രാജ്യത്തിൻ്റെ എന്നല്ല, ഈ ലോകത്തിൻ്റെ സമ്പത്താണ് ഭഗവത്ഗീത. അവിടെയും 18 അധ്യായങ്ങളാണുള്ളത്. ഇനി ഒരു കാര്യവും കൂടി പറഞ്ഞ് ഞാൻ ഈ നിഗൂഢതകളെക്കുറിച്ചുള്ള എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കാം. അതായത് അർജുനനോട് യുധിഷ്ഠിരനോട് കുന്തിദേവി യുദ്ധമെല്ലാം കഴിഞ്ഞ് അടുത്ത് ചെന്ന് പറയും, മകനെ, നിന്റെ മൂത്ത ജ്യേഷ്ഠനാണ് കർണൻ ഉദരക്രിയ ചെയ്യണം എന്ന് പറയുമ്പോൾ തകർന്നു പോകുന്ന ആ മനസ്സ്, ഒരു കാര്യം, ആ മനസ്സിലൂടെ പോകുന്ന ചിന്തകൾ മഹാഭാരതം മൂലത്തിലുണ്ട്. എന്താണെന്നറിയാമോ? ആ സമയത്ത് യുധിഷ്ഠിരൻ ചിന്തിക്കുകയാണ്, ഭഗവാനെ, എന്താ ഈ കേൾക്കണത്? എൻ്റെ മൂത്ത സഹോദരനാണോ കർണൻ? വെറുതെയാണോ എനിക്ക് ചില തോന്നലുകൾ പണ്ടുണ്ടായത്? കർണൻ കൗരവസഭയിൽ വെച്ച് പാഞ്ചാലിയെ ആക്ഷേപിച്ച് സംസാരിച്ചപ്പോൾ പാഞ്ചാലിയുടെ വസ്ത്രം അഴിക്കാൻ പാഞ്ചാലിയോട് പറയുന്നത് കർണനാണ്, ദുശാസനോട് പറയുന്നത് കർണനാണ്. നീചമായ വാക്കുകൾ പാഞ്ചാലിയെക്കുറിച്ച് പറഞ്ഞ അതിൻ്റെ പുറകിൽ കർണനൊരു ദേഷ്യമുണ്ടല്ലോ. കർണൻ വിവാഹത്തിന്, പാഞ്ചാലിയുടെ സ്വയംവരത്തിന് കർണനാണ് ആദ്യം വില്ലുലയ്ക്കുന്നത്. പക്ഷേ പാഞ്ചാലി പറഞ്ഞു, സൂതനെ ഞാൻ വേൾക്കില്ല എന്ന്. അവിടെ കർണൻ തോറ്റുപോയി. കർണൻ ആ വില്ലവിടെ താഴെ ഇട്ടിട്ട്
തല കുനിച്ച് നടന്നുപോയി. ആ ഒരു ദേഷ്യം കർണനുള്ളിൽ ഉണ്ടാവുമെന്ന് സാധാരണ ജനങ്ങളായ നമുക്ക് ചിന്തിക്കാം. കർണനാണ് ഏറ്റവും കൂടുതൽ മോശമായി പാഞ്ചാലിയെ പറഞ്ഞു. യുധിഷ്ഠിരൻ ആ സമയത്ത് ചിന്തിക്കുന്നു, അങ്ങനെയെല്ലാം പാഞ്ചാലിയെ പറഞ്ഞപ്പോഴും ആ പാദങ്ങളിലേക്ക് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അമ്മയുടെ പാദം പോലുണ്ടല്ലോ ഈ കർണൻ്റെ പാദങ്ങൾ എന്ന് ഞാൻ ചിന്തിച്ചെങ്കിലും എനിക്കത് മനസ്സിലായില്ലല്ലോ, എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ചിന്ത പോയില്ലല്ലോ എന്ന്. അതായത് അങ്ങനെ ബഹളം വെച്ച് കർണൻ അവിടെ ആക്രോശിച്ചപ്പോൾ അറിയാതെ ആ പാദങ്ങളിലേക്ക് യുധിഷ്ഠിരൻ്റെ കണ്ണുകൾ പോയപ്പോൾ ആ യുധിഷ്ഠിരന് കർണൻ്റെ പാദങ്ങളും ദ്രൗപദിയുടെ പാദങ്ങളും ഒരുപോലെയാണല്ലോ എന്ന് വെറുതെ തോന്നിയെന്ന്. നോക്കൂ, സാധാരണക്കാരായ നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ ഇതുപോലെ എന്തെല്ലാം തോന്നലുകൾ സർവേശ്വരൻ നമുക്ക് കാട്ടിത്തരാറുണ്ട്, നമ്മൾ തിരിച്ചറിയാറില്ല എന്ന് മാത്രം. മഹാഭാരത മൂലത്തിൽ നിങ്ങൾ വായിച്ചു നോക്കിക്കോളൂ, ആ ഭാഗത്ത് അവിടെ ഉണ്ട് ഇങ്ങനെ ഒരു കാര്യം. അപ്പോൾ ഒരു തോന്നൽ യുധിഷ്ഠിരൻ്റെ മനസ്സിൽ വെറുതെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിലെ സത്യത്തെ തേടി യുധിഷ്ഠിരൻ പോയില്ല. അങ്ങനെ ഒരു ഇതെൻ്റെ അമ്മയുടെ പാദങ്ങൾ പോലെ ഉണ്ടല്ലോ എന്നൊരു തോന്നൽ. ഇതെല്ലാമാണ് മഹാഭാരതത്തിൻ്റെ നിഗൂഢതകൾ, മഹാഭാരതത്തിൻ്റെ വിസ്മയങ്ങൾ. ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് പോകട്ടെ. ജയത്തിലെ പരാജയത്തിൽ, സത്യത്തിലെ അസത്യത്തിൽ, ധർമ്മത്തിലെ അധർമ്മത്തിൽ, ഈ വൈരുദ്ധ്യങ്ങളിൽ, ഈ കൂടിച്ചേരലുകളിൽ ഒളിഞ്ഞിരിക്കുന്ന, നിഗൂഢമായി ഇരിക്കുന്ന ഈ വക വിസ്മയങ്ങൾ ഇനിയും ധാരാളമുണ്ട്. ഇങ്ങനെ ഈ നിഗൂഢതകളെക്കുറിച്ച്, ആ നിഗൂഢതകളുടെ ഭാണ്ഡമഴിക്കുവാൻ എനിക്കൊരു അവസരം തന്ന സർവേശ്വരനോട് നന്ദി, കടപ്പാട് എല്ലാ തരത്തിലും ഞാൻ സമർപ്പിച്ചുകൊണ്ടും എനിക്കിങ്ങനെ ഇവിടെ ഒരു പ്രഭാഷണം നടത്തുവാൻ അവസരം തന്ന ചന്ദ്രൻ സാർ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും എൻ്റെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട്, എൻ്റെ പൊന്നു ലളിത ചേച്ചിക്ക് തീർത്താത്തീരാത്ത കടപ്പാട് ഞാൻ അറിയിച്ചുകൊണ്ട്, എല്ലാ സ്നേഹവും നിങ്ങളോട് ഓരോരുത്തരോടും പറഞ്ഞുകൊണ്ട്, ഭഗവാന്റെ ഉദ്ദേശം എന്തായിരുന്നു മഹാഭാരതത്തിലൂടെ എന്ന് ഉൾക്കൊള്ളുവാൻ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും സാധിച്ചാൽ ഈ സത്രം വിജയമായി. കർമ്മങ്ങളുടെ ഫലം നമ്മൾ അനുഭവിക്കും. കർമ്മവിഭാഗം, കർമ്മനിയതി എന്നുള്ളതൊരു നഗ്ന സത്യമാണെന്ന് തിരിച്ചറിയുവാൻ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും സാധിക്കട്ടെ. കൂടുതൽ കൂടുതൽ മഹാഭാരതത്തെക്കുറിച്ച് പഠിക്കാൻ ഒരു ത്വര നിങ്ങൾക്കുണ്ടാകട്ടെ. ഈ സത്രം അതിനെല്ലാം ഒരു കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എന്നെ വളരെ സശ്രദ്ധം ശ്രവിച്ച നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.